ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് രാത്രി 12 മണിക്ക് ജുവലിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് കുറച്ച് സർപ്രൈസായിട്ട് കേക്കും വേറെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോവുക. അപ്പം നമുക്കിറങ്ങാം. പിന്നെ നമ്മൾ പോവുകയാണ്. ബാക്കി നമുക്ക് വണ്ടിയിൽ. ഹായ് ഗൈസ്, ഞങ്ങളിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ പറഞ്ഞ കണക്ക് ഏതനെ വിളിക്കാൻ വേണ്ടി അംഗനവാടിയിലോട്ട് പോവുകയാണ്. പിന്നെ ഏതനുള്ള ഡ്രസ്സ്, സാധനം, പിന്നെ പൗഡർ, ചീപ്പ്, ആവശ്യമുള്ള ചെരുപ്പ് എല്ലാം ഞങ്ങൾ എടുത്ത് പുറകെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ നേരെ ഏതനെ വിളിച്ചുകൊണ്ട് നമ്മൾ നേരെ കൊല്ലത്ത് പോകണം. 1-2 സാധനമുണ്ട്. പിന്നെ ജുവലിന് ഇന്ന് നമ്മൾ കൂട്ടുന്നില്ല. ജുവലിന് നേരെ സ്കൂളിൽ കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ട്യൂഷനുണ്ട്. നേരെ ട്യൂഷൻ വന്നിട്ട് അവിടെ നിൽക്കും. നമ്മൾ ഈ കേക്ക് മേടിക്കുന്നവരും അതോ ഇതോ ഒന്നും നമ്മൾ അവിടെ പറയാൻ പോകുന്നില്ല. പിന്നെ നമുക്കിനി ബാക്കി ഏതനെ വിളിച്ചിട്ട് ആവാം. ഇതാണ് ഏതൻ്റെ അംഗൻവാടി. പോയി ഏതൻ്റെ പപ്പ പോയി ഏതനെ വിളിച്ചോണ്ടിരിക്കുക. ചെല്ലുമ്പോഴേ ഓടി ബാഗ് എടുത്തോണ്ട് വരാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ആള് കണ്ടില്ലെന്ന് തോന്നുന്നു. സാധാരണ ഈ ടൈമിലൊക്കെ അകത്ത് പിള്ളേരുമായിട്ട് കളിക്കുന്ന സമയം. അങ്ങനെ എന്തായാലും പപ്പ വിളിച്ചോണ്ടട്ടെ. അങ്ങനെ ആള് വന്നിട്ടുണ്ട്. ബാഗ് എടുത്ത് എന്തോ പടിയിലെന്തോ ജസ്റ്റ് ഒന്ന് വീണ്. ഇനി എന്താണോ എന്തോ കരച്ചിലാണോ എന്നൊന്നും അറിയാൻ വയ്യ. രണ്ടുപേരുടെ വരികയാണ് ഗൈസ്. ചിരിയുണ്ട് എന്നെ കണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഏതിനെ പിക്ക് ചെയ്തു. നേരെ ഇനി പോകുന്നത് കൊല്ലത്തേക്കാണ്. അതെ, അതിനു മുമ്പ് ഇങ്ങനെ ഡ്രസ്സ് മാറ്റണം, പിന്നെ ഒരുക്കണം, മറ്റുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതെ ഗൈസ്, ഞങ്ങൾ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞിട്ട് ഞങ്ങൾ. ഹായ് ഗൈസ്, ഞങ്ങള് ഇപ്പം കല്ലുംതാഴം എത്തിയിട്ടുണ്ട്. ഏതെല്ലാം ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കഴിഞ്ഞു. ഞങ്ങള് പിന്നെ ഇനി അടുത്തത് ബൈക്കിന്റെ 2 കണ്ണാടി മേടിക്കണം. അതെ, അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഈ വരുന്ന വഴിക്ക് ഒരു കടയുണ്ട്, അവിടെ നിന്ന് കയറി മേടിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 2-3 ചെടിയും പിന്നെ ചട്ടിയൊക്കെ മേടിക്കണം. അതും കൂടി ഈ വഴിക്കൊക്കെ നടക്കുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ഇതെല്ലാം കൂടി ഇങ്ങനെ അങ്ങ് പോകാം. പിന്നെ ഞങ്ങൾ പറഞ്ഞ കണക്ക് ഈ വരുന്ന ഞായറാഴ്ച ഞങ്ങളുടെ പള്ളിയിലെ ചെറിയ പെരുന്നാളാണ്. ഞങ്ങളുടെ വീടിൻ്റെ അതുവഴിയാണ് പ്രദക്ഷിണം പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് കുറച്ച് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് അക്സസറീസും സാധനങ്ങളൊക്കെ മേടിക്കണം. ഞങ്ങൾ വിചാരിച്ചാൽ എല്ലാം കൂടി ഇന്ന് തന്നെ മേടിക്കാം. എന്തായാലും ജുവലിന് വേണ്ടിയിട്ട് പോകുന്നുണ്ടല്ലോ. അങ്ങനെ അതിന് വേണ്ടിയിട്ടായിട്ട് ഇന്ന് മൊത്തത്തിൽ ഇറങ്ങിയതാണ്. ശരി, എനിക്കുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. ഞാൻ പോയി സാധനം മേടിക്കേണ്ടി വരികയാണ്. ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. കല്ലുംതാഴല്ല, അതെ കല്ലുതാഴം. കല്ലുംതാഴം. അപ്പം ആ കടയാണ് ശബരി ഓട്ടോ സ്പ്രേയേഴ്സ്. ഈ കടയിലാണ് നമ്മൾ വണ്ടിയുടെ മിക്ക സാധനങ്ങൾ. ഓക്കെ, ഞാൻ പോയി മേടിച്ചിട്ട് വരാം ഗൈസ്. ക്യാഷ് തരണേ പറ്റും. ഞാനവിടെ പോയപ്പം ഒന്നും എനിക്ക് കിട്ടിയില്ല. പൾസറിനെ സ്നേഹിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ഇത്. അവിടെ മിറർ പൾസറിന് ഓൾറെഡി അതില്ലാതാണ് അതിൻ്റെ ഒരു ഭംഗി. പക്ഷേ പോലീസുകാരും പെറ്റിയും ഇതൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത്. എനിക്ക് വലത്തേ സൈഡിലെ ഒരു മിററാണ് ഇല്ലാതായത്. അപ്പോൾ അവിടെ ചെന്നപ്പം ആ ഇതില്ല, ഒറിജിനൽ ഇല്ല. അതിന് പകരം NSൻ്റെയും പൾസർ 180ക്കും പറ്റി ഇപ്പോഴത്തെ മോഡലിനുള്ള മിററാണ് കാണിച്ചത്. അപ്പോൾ നമുക്കത് ഒട്ടും പറ്റത്തില്ല. മേടിക്കണമെങ്കിൽ ഇനി രണ്ടും മേടിച്ച് ചിലപ്പം അവിടെ ചെല്ലുമ്പോൾ സൂട്ടായില്ലെങ്കിൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ മേടിച്ചില്ല. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് ചെടിച്ചട്ടിയും മേടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ 2-ാം കുറ്റികളുള്ള നമ്മൾ സ്ഥിരം മേടിക്കുന്ന ഒരു ചേട്ടൻ്റെ അടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് ഇങ്ങോട്ടും അങ്ങനെ ഞങ്ങൾ എപ്പോഴും ചെടി വാങ്ങാൻ വരാറുള്ളത് നമ്മുടെ ഈ 2-ാം കുറ്റി, ഈ അശോക് ലൈലാൻഡിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ഒരു ചെടിക്കടയിലായിരുന്നു. സാധാരണ ഈ ചേട്ടന് അപ്പുറത്തും ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഒരു എൻട്രൻസ് അതിലേക്കൂടെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ വേറെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഞങ്ങളെ വീട്ടിലിരിക്കുന്ന മിക്ക ചെടികളും നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഒരുപാട് ചെടികൾ വാങ്ങിയായിരുന്നു കേട്ടോ. അച്ചേട്ടൻ ഇല്ലെന്ന് തോന്നുന്നു. നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് വീട്ടിലേക്ക് കുറച്ച് ചെടികൾ വേണം. ഓൾറെഡി അകത്തിരുന്ന ചെടിയൊക്കെ ഞാൻ എടുത്ത് പുറത്തോട്ട് മാറ്റി
ആയപ്പോഴത്തേക്ക് അകത്തിരുന്ന പോട്ടെല്ലാം കാലിയായി. അപ്പോൾ അവിടത്തേക്ക് വെക്കാനായിട്ട് നമ്മൾ കുറച്ച് ചെടി നോക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലേ? അതെ, എന്തൊക്കെയോ നല്ല രീതിയിലുണ്ട്. വ്യത്യാസം. എനിക്ക് ഓൾറെഡി ഇത് ഓക്കെ ഒരെണ്ണം. പക്ഷേ ഇത് എവിടെ വെക്കും? നമ്മുടെ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല. ഓൾറെഡി അവിടെ എല്ലാം ക്രിസ്മസ് ട്രീയും കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുന്നുണ്ട്. എന്നാലും നോക്കാം, നമുക്കത് ഒരെണ്ണം നോക്കാം. പിന്നെ വേറെ എന്ത് നോക്കണം? എന്തായാലും പെട്ടെന്ന് നോക്കി ഒരെണ്ണം രണ്ടു തന്നെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ട്രീ ഒക്കെ മേടിച്ചു. ഇത് നമുക്ക് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ട്രീയും കാറിനകത്ത് ഇരിക്കുന്നുള്ള കാര്യം കേട്ടോ. പിന്നെ ഇങ്ങനെ പുറത്ത് വെക്കാനായിട്ടും ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് നമ്മൾ മേടിച്ചത്. കാറിൽ സ്ഥലപരിമിതി കാരണം നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വെക്കണം. നമ്മൾ ഇത്രയും പ്ലാന്റ്സ് ആണ് മേടിച്ചിരിക്കുന്നത്. ഇതൊരെണ്ണം ഇൻഡോർ പ്ലാന്റും ബാക്കി ഇതെല്ലാം ഔട്ട്ഡോർ വെക്കാനുള്ളതാണ്. പിന്നെ ഈ ഒരു വലിയൊരു നമുക്ക് പുറത്ത് ഓക്കെ. എല്ലാം കൂടി ചേർത്ത് 650 രൂപയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വലിയ പോട്ട് 50 വെച്ച് 2 എണ്ണം മേടിച്ച്, പിന്നെ 50-ന്റെ 2 ചെടി മേടിച്ച്, പിന്നെ ഒരു 100-ന്റെ ചെടി മേടിച്ച്, പിന്നെ ഈ കാണുന്ന വലിയ ചെടി അത് നമുക്ക് വെറും 350 രൂപയ്ക്കാണ് അവർ തന്നത്. പിന്നെ എക്സ്ട്രാ ഞങ്ങൾക്ക് ഒരെണ്ണം എക്സ്ട്രാ ഒരു ചെടി നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഇൻഡോർ പ്ലാന്റ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. നമ്മളിവിടെ കുറേ നാളുകൊണ്ട് നമുക്കിവിടെയുള്ള പരിചയമാണ്. അത് ഒരു ഇക്കായാണ്, ഇക്കാടെ വൈഫാണ് ഇപ്പം അവിടെ നിൽക്കുന്നത്. അപ്പം എന്നാലും നമുക്ക് നല്ല രീതിയിൽ ഇക്കായിരുന്നെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി കിട്ടിയേനെ. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു ഇതിൽ മനസ്സിൽ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഇത്രയും രൂപയ്ക്ക് ഇത്രയും വലിയ പ്ലാന്റ് ഇട്ട് ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഒരു ഇതിലാണ് നമ്മൾ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക. ഓക്കെ ഗായ്സ്, നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായിട്ടുണ്ട്. രണ്ടാംകുറ്റിയിലാണ് ഈ പറയുന്ന അശോക് ലൈലാൻഡിൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ ഗായ്സ്, ബൈ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ എവിടെയാണ്. ഞങ്ങൾ ഇന്നും പോയില്ല. ആ ചെടിക്കടയുടെ തൊട്ടടുത്തുള്ള ഈ ബൺബൂം എന്ന് പറയുന്ന കടയിലെ ബണ്ണ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇച്ചായൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ ബണ്ണ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇച്ചായൻ പോയി ബണ്ണ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങളുടെ കാറിൽ വെയിറ്റിംഗ് ആണ്. അപ്പൊ ബൺ വന്നിട്ട് നമുക്ക് കാണാം. ഗായ്സ്, അങ്ങനെ ഇച്ചായൻ വന്നു. നമുക്ക് ബൺ ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. സ്പെഷ്യൽ വൺ ഇതാണ് നമ്മുടെ സാധനം. പിന്നെ നമുക്ക് 2 ജ്യൂസും കൂടി നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുന്നതാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ്. കൊല്ലത്തെ രണ്ടാംകുറ്റിയിലാണ്. സ്പൂൺ, ടിഷ്യൂ. ഓക്കെ, ഞങ്ങൾ വണ്ടി അവിടെ ഇടാൻ സ്ഥലമില്ല എന്നിട്ട് കടയ്ക്ക് ഇപ്പുറമാണ് വണ്ടി കൊണ്ട് ഇട്ടത്. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ കട കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ബാക്കി ഇത് ബാക്കിലോട്ട് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഗൈസ്, അന്നേരം ഇതാണ് കട. നമ്മൾ കട എത്തിയില്ല. അതെ, ഈ ബബിൾ ബദാം എന്ന് പറയുന്ന ബബ്ലി ബദാം. ഗൈസ്, ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലേക്കാണ് വന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. എന്തോ പണിയോ എന്തോ നടക്കുന്നുണ്ട് ഫ്രണ്ടിൽ. നമുക്ക് സ്റ്റുഡിയോയുടെ അകത്ത് കയറിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഈ ചായ വണ്ടി പാർക്ക് ചെയ്യുന്ന തിരക്കിലാണ്. ഇവിടെ എപ്പോൾ വന്നാലും വണ്ടി പാർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് സ്ഥലം കിട്ടാറില്ല. അവസാനം അപ്പുറത്തെ കോമ്പൗണ്ടിൽ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിട്ട് അവിടെ നിന്ന് നടന്നാണ് വരാറ്. ഇപ്പം എന്തോ ദിവസം നമുക്ക് വണ്ടി ഇടാൻ വേണ്ടി സ്ഥലം കിട്ടി. അപ്പോൾ ശരി, നമുക്ക് അകത്ത് കയറിയിട്ട് കാണാം. ഹലോ ഗൈസ്, ഞങ്ങളിവിടെ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. ഇവിടെ കുഴപ്പമില്ല, നല്ല ഓഫറൊക്കെ ഉണ്ട്. ഓഫറിലൊക്കെ കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ എല്ലാം കറങ്ങി നോക്കുകയാണ്. പിന്നെ പൊന്നുവിന് കുറച്ച് ബ്യൂട്ടി പരമായിട്ട് 2-3 സാധനം ഇവിടുന്ന് മേടിക്കാനുണ്ട്. അതിനാണ് നമ്മളിവിടെ കയറിയത്. ഓക്കെ, ഞങ്ങൾ ഇവിടുന്ന് കയറി ബാക്കിയുള്ളതൊക്കെ നോക്കിയിട്ട് വരാം. ഗൈസ്, അങ്ങനെ ഇച്ചായൻ ട്രയൽ റൂമിൽ കയറി ഇച്ചായൻ്റെ ഡ്രസ്സ് ട്രയൽ ചെയ്യാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിങ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വണ്ടിയിലേക്ക് വന്നിരിക്കുകയാണ്. ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞു. അവിടെ പിന്നെ വീഡിയോസ് ഒന്നും അലോഡ് അല്ലെന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റില്ല. പിന്നെ പൊന്നൂന് 2-3 ലിപ്സ്റ്റിക്ക്, കുറച്ച് ഫൗണ്ടേഷൻ, അങ്ങനെ 2-3 സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി കയറിയത്. ലിപ്സ്റ്റിക് അല്ല ഗൈസ്, ഇത് ബ്ലഷ്. അതെ, അതിനുവേണ്ടി കയറിയതാണ്. പക്ഷെ എല്ലാവർക്കും എടുത്ത് നല്ല ഓഫർ ഉണ്ടായിരുന്നു. 99 രൂപയ്ക്ക് ഓഫർ ഉണ്ടായിരുന്നു. 199 ഉണ്ട്.
പിന്നെ 69. ഈ 3 തരത്തിനും ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു മൂന്ന് ഡ്രസ്സ് എടുത്ത്, പിന്നെ ഏതനാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം, ജുവലിന് 2 എടുത്ത്, പൊന്നൂനും 2 എടുത്തല്ലേ? അതെ. പിന്നെ പൊന്നൂൻ്റെ ബാക്കിയുള്ള ഗിഫ്റ്റിക്കും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും എടുത്ത് എല്ലാം കൂടി ചുമ്മാ കയറിയതായിരുന്നു. എല്ലാം കൂടി 2 രൂപ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രദക്ഷിണത്തിന് ഇടാനുള്ള ലൈറ്റിന്റെ വയർ വാങ്ങണം. പിന്നീട് നമുക്കുള്ളത് ജുവലിനുള്ള കേക്ക്, പിന്നെ എനിക്ക് ബുക്ക്, അതെ ബുക്ക്, ഇങ്ങനെ കുറച്ച് സാധനം കൂടി നമുക്കുള്ളൂ. ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ ഇവിടുന്ന് പ്രദർശനത്തിന് പഠിക്കാനുള്ള ക്രാക്കേഴ്സ്, പടക്കം. ഇനി നേരെ നമ്മൾ അതിനാ പോകേണ്ടത് അല്ലേ? സന്ധ്യ ഇരുട്ടാറായി. അതിന് മുമ്പായിട്ട് പടക്കക്കടയിൽ പോയി പടക്കം മേടിക്കണം. അതിന്റെ കാര്യം നോക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇനി അവിടെ ചെന്നിട്ട് അടുത്ത വിശേഷങ്ങളായിട്ട്. നമ്മൾ മറന്നുപോയി നമ്മുടെ ഒരു സാധനം നമ്മൾ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിത് കഴിക്കാൻ വേണ്ടിട്ട് നോക്കാം. മാക്സിമം 1 മണിക്കൂറേ ഇരിക്കുള്ളൂ എന്നാ ഷോപ്പിൽ ആ ചേട്ടൻ പറഞ്ഞില്ലേ. അപ്പൊ ഞങ്ങൾക്ക് കഴിക്കാനുള്ള സമയം കിട്ടില്ല. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കിട്ട് നമുക്ക് ബൺ ബൂം എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചിട്ട്. ഇവരുടെ ഒരു പ്രത്യേകതരം ക്രീമാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. നോക്കാം എങ്ങനെ ഉണ്ടോ. ഏതിനും കൊടുക്കാതെയും എങ്ങനെ ഉണ്ടായിരുന്നോ? കൊള്ളാവോ? നല്ലൊരു ക്രീം ടെക്സ്ചറാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മള് എന്താ പറയാ, നമ്മള് മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നമ്മള് ഈ പറയുന്ന നമുക്ക് ചെയ്ത് തന്ന ഉടനെ അല്ല നമ്മൾ കഴിച്ചത്. നമ്മൾ കഴിച്ചപ്പോൾ കുറച്ച് താമസിച്ചു, ഇച്ചിരി ഒന്ന് ലേറ്റ് ആയി പോയി. നല്ല ടേസ്റ്റിനൊരു ഇതില്ല കേട്ടോ, ഒരു പിന്നാക്കം പറയാൻ വേണ്ടിയിട്ടില്ല, ഒന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന നമുക്ക് ഒരു ക്രീമിയും നല്ല ജ്യൂസ്, നല്ല മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്രയ്ക്കും കൊള്ളാം, വെർത്തായിട്ടുള്ളൊരു സാധനം. 30 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഒരു പാർസലാണെങ്കിലും 30 രൂപയാണ് ഇതിൻ്റെ റേറ്റ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവരുടെ തന്നെ മിൽക്ക് ഷേക്ക് ഉണ്ട്, അത് പലതരം ഉണ്ട്. പിസ്ത ഉണ്ട്, ബദാം ഉണ്ട്, സ്ട്രോബെറി. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു പിസ്തയും ഒരു സ്ട്രോബെറിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കൊള്ളാം, എല്ലാം വെറുത്താണ്. എല്ലാം 30 രൂപയാണ് അവർ പറഞ്ഞത്. നമുക്ക് എല്ലാം കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് 3 ബണ്ണ് ഞാൻ മേടിച്ചായിരുന്നു. ഒന്ന് ജുവലിന് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും, പിന്നെ ബാക്കി 2 നമുക്കും, പിന്നെ 2 ജ്യൂസ്. എല്ലാം കൂടി 150 രൂപയുള്ളൂ. 150 രൂപയ്ക്ക് വർത്താണ് ഗൈസ്, വർത്താണ്. പിന്നെ നമ്മൾ മേടിച്ചത് സ്ട്രോബെറിയുടെ ഒരു മിൽക്ക് ഷേക്കാണ്. സ്ട്രോബെറിയും പിന്നെ പിസ്തയുടെയാണ് മേടിച്ചത്. അപ്പൊ നമുക്കിത് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ട്. ഓക്കെ, നല്ല ടേസ്റ്റ്. ഇത് നമുക്ക് സ്ട്രോബെറിയുടെ മിൽക്ക് ഷേക്ക് ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാം. എനിക്ക് പൊതുവേ പിസ്തയുടെ ആണ് കൂടുതൽ താല്പര്യം, അതുകൊണ്ടാണ് പിസ്ത ഫ്ലേവറുകൾ മേടിച്ചത്. പിന്നെ സ്ട്രോബെറി ഏതിനും നല്ല ഇഷ്ടമാണ്, അവനാണ് ഇത്രയും കുടിച്ചത്. സ്ട്രോബെറിക്ക് വലിയൊരു സ്ട്രോബെറിയുടെ ഫ്ലേവർ ഇല്ല, പക്ഷെ പിസ്തയ്ക്ക് നല്ലൊരു ഫ്ലേവർ തോന്നുന്നു. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് സ്ട്രോബെറിയാണ്. എനിക്ക് ഞാൻ ഒരു പിസ്ത ഫ്ലേവറാണ്, എനിക്ക് പിസ്തയാണ് എല്ലാവർക്കും മതി. കൊള്ളാവോ? സൂപ്പറാണോ? കൊള്ളാം. അപ്പോൾ ഗൈസ്, അങ്ങനെ മോനും അത് ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, ഞങ്ങൾ ഇനി അടുത്ത പടക്കക്കടയിലോട്ട് പോവാണ്. ഒത്തിരി വൈകി, 6:40 അടുപ്പിച്ചായി. ഇനി അവിടെ ചെന്ന് അത് മേടിച്ചിട്ട് വേണം ഇനി അടുത്ത ബാക്കിയുള്ള പരിപാടിയിലൊക്കെ പോകാൻ. ഞങ്ങൾ ഇനി അവിടെ ചെന്നിട്ട് അടുത്താണ് നമ്മളെ പടക്കക്കട. അടച്ചു ഇനിയൊന്നും അറിയാൻ വയ്യ. അല്ല, അവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നു, അതൊക്കെ പുള്ളിക്കാരൻ. നമ്മളങ്ങനെ പടക്കം മേടിക്കാൻ വേണ്ടി പടക്കക്കടയിൽ വന്നു. അപ്പം ആ ചേട്ടൻ പറയുന്നത് അവരിപ്പം അടച്ചിട്ട് പോയതേ ഉള്ളൂ, അവരെന്നെ വിളിക്കട്ടെ നമ്മൾ പുള്ളിക്കാരെ ഇപ്പോൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ചേട്ടൻ നിന്ന് ഇവിടെ തന്നെ ഒരു ക്യാൻഡിൽ ഷോപ്പാണ്. അപ്പോൾ നമുക്ക് പള്ളിയിലെ പെരുന്നാളല്ലേ, അപ്പോൾ എന്തെങ്കിലും ക്യാൻഡിലൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച്. പല വെറൈറ്റിയിലുള്ള നല്ല ഫ്രാഗ്രൻസ് ഒക്കെയുള്ള നല്ല ക്യാൻഡിലൊക്കെ ഉണ്ട് അല്ലേ? ഇതിവരുടെ ഓഫീസാണ്, അതൊക്കെയാണ് ഇവരുടെ ബാക്കിയുള്ള കാര്യം. ഓ, ഈ പടക്കക്കടയും ഇതും ഇവരുടെയാണോ? അല്ല, ഇതൊരു ബ്രദറും അനിയനും ചേട്ടനുമാണ്. അപ്പം ഇവിടെ പടക്കം മേടിക്കാൻ വരുന്നവർക്ക് പള്ളിയിലെ പരിപാടി എല്ലാം ആണെങ്കിൽ ഇവിടെ മെഴുതിരി നമുക്കിവിടെ വാങ്ങാൻ പറ്റും. നമുക്ക് ഏത് ടൈപ്പാണ് വേണ്ടത്? അപ്പുറം ഇപ്പുറം കത്തിക്കത്തിക്ക രീതിയിൽ 2 വരും. പിന്നെ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടല്ലേ, ഇതൊക്കെ ഉണ്ടായിരുന്നു നല്ല. താഴെ കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നോക്കാം എത്രയാണെന്ന് ചോദിച്ചിട്ട്.
ഏതിനും ഇവിടുന്ന് ആ ചേട്ടൻ കളിക്കാനായിട്ടുള്ള ഒരു ബോൾ കൊടുത്ത്. അപ്പം നമ്മൾ മെഴുകുതിരിയൊക്കെ മേടിച്ച് നമ്മൾ നേരെ ഇനി പടക്കടയിലോട്ട് പോകാൻ പോവുകയാണ്. ഇഷ്ടപ്പെട്ടാടാ? കൊള്ളാം അല്ലേ? ലൈറ്റൊക്കെ ഉണ്ട്. ഇതാണ് പറഞ്ഞ വീട്ടിലില്ലടാ? ഇല്ലേ? ഇത് ഇഷ്ടപ്പെട്ടോ? കൊള്ളാവാ? ഇപ്പം തന്നെ സമയം 6:45 പോകുന്നുണ്ട്. അപ്പം നമ്മളിനി നേരെ പടക്കക്കടയിലോട്ട് പോകും. ഗൈസ് അങ്ങനെ നമ്മൾ പടക്കമൊക്കെ മേടിച്ചു ഗൈസ്. ഇത് 30 ഷോട്ടിൻ്റെ പടക്കമാണ് നമ്മൾ മേടിച്ചത്. ഇത് 750 നമുക്ക് ആ ചേച്ചി ഡിസ്കൗണ്ടും കഴിഞ്ഞ് 650 പറഞ്ഞ്. ഇതിൻ്റെ 60 ഷോട്ടിൻ്റെ ഉണ്ട്, അത് 1200 അത് ഡിസ്കൗണ്ടും കഴിഞ്ഞ് 1100 നമുക്ക് തരാമെന്ന് പറഞ്ഞ്. പക്ഷെ നമുക്ക് ഇത് മതി, നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു ചെറിയൊരു ഇതിനെ നമുക്ക് ഈ ഒരു ഇത് മതിയാവും. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ മേടിക്കാൻ വന്ന ഓരോന്നും 1-2 സാധനങ്ങൾ നമ്മളിപ്പോൾ മേടിച്ച്, ബാക്കി ഇനി 1-2 സാധനങ്ങളേ ഉള്ളൂ മേടിക്കാൻ. അതും കൂടി മേടിച്ചിട്ട് നമുക്ക് കാണാം. ഓക്കെ ബൈ ഗൈസ്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം കൊല്ലത്തിൻ്റെ സ്വന്തം ബിഷപ്പ് ജെറോം നഗറിലേക്ക്. ഇവിടെ ഒരു കാലത്ത് നമ്മുടെ കൊല്ലക്കാരുടെ പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു ഈ പറയുന്ന ബിഷപ്പ് ജെറോം നഗർ. അതെ, കൊല്ലത്തിലെ ആദ്യത്തെ മോൾ ആയിരുന്നു ബിഷപ്പ് ജെറോം നഗർ അല്ലേ? ഈ RP മാളൊക്കെ വരുന്നതിന് മുന്നേ എല്ലാവരും ഈ ബിഷപ്പ് ജെറോം നഗറിൽ ആയിരുന്നു. എന്നാൽ ഇപ്പോഴും നല്ല തിരക്കാണ്, എപ്പോഴും നല്ല തിരക്കാണ്. നമ്മളിവിടെ വന്നത് നമുക്ക് മുകളിൽ HNC പോകാൻ വേണ്ടി കാണുന്നുള്ളൂ. ഇതാണ് നമ്മളെ HNC സ്റ്റോർ. നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി നമ്മൾ ബിഷപ്പിലേക്ക് വന്നു അല്ലേ? HNC പോകുന്നത് അതെ. നമ്മൾ പൊന്നുവിനെ കുറച്ച് 2 ദിവസമായിട്ട് നമ്മൾ പറയുന്നുണ്ട് പൊന്നു ഒരു ബുക്ക് മേടിക്കണമെന്ന്. നമ്മൾ അതിനാണ് ഇവിടം വരെ വന്നത്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി കുറച്ച് സാധനം കൂടി മേടിക്കാനുണ്ട്. കൊല്ലത്ത് അവിടെ ജുവല് എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും വീട്ടിൽ. അപ്പം ശരി, നമുക്ക് അവിടെ ചെല്ലാം. ഇവിടെ അങ്ങനെ നമ്മൾ ബിഷപ്പ് ജെറോം നഗറിലുള്ള HNCയിൽ വന്നിരിക്കുകയാണ്. പൊന്നു ബുക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുക. പൊന്നു ഏത് ബുക്കാണ് പൊന്നു നീ നോക്കുന്നത്? ഞാൻ നോക്കുന്നത് ഇപ്പം കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള എൻ്റെ പ്രണയത്തിൻ്റെ രാജകുമാരിക്കുന്നുള്ള ബുക്കാണ്. ഓക്കെ, നോക്കുന്ന കൂട്ടത്തിൽ വേറെ ഞാൻ വായിക്കാത്ത ബുക്കുണ്ട്. അത് എടുത്തായിരുന്നു ആ ബുക്ക്? ഇല്ല, ഗായ്സ്. അങ്ങനെ നമ്മൾ HNC പോയി എനിക്കൊരു ബുക്കും പിന്നെ 2 നോട്ട് ബുക്കും മേടിച്ച് ഏതെങ്കിലും ഡൈകാസ്റ്റ് കാർഡ് വാങ്ങി. ഏത് ബുക്കാണ് മേടിച്ചതെന്ന് ചോദിക്കുന്നു ഗൈസ്. അത് ഞാൻ മേടിച്ചത് എൻ്റെ പ്രണയത്തിൻ്റെ രാജകുമാരിക്ക് എന്ന് പറയുന്ന നോവലാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. ഇനിയും പരിപാടികളുണ്ടോ, തീർന്നിട്ടില്ല. ഇനി നമുക്ക് വയറ് മേടിക്കണം, ജുവലിന് കേക്ക് മേടിക്കണം. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങി നേരെ നമ്മൾ എങ്ങോട്ട് അയ്യപ്പയിലാണ്? അല്ല, നമ്മൾ സലീം ഹോട്ടലിന്റെ ബാക്കിലുള്ള പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെറിയ സാധനം പറ്റി നമുക്ക് പിന്നെ കാണാം. ഗൈസ്, നമ്മൾ വയറ് മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ ഇപ്പം വന്നിരിക്കുന്നത് നമ്മുടെ കോളേഷനുള്ള എൻ്റെ കേക്ക് ഷോപ്പിലാണ്. ഇവിടെ എന്തോ കോളേജോട് റെയിൽവേ ക്ലോസ്, ഗേറ്റ് ക്ലോസ് എന്നുള്ള ബോർഡ് വിളിച്ചു. നമ്മൾ കോളേഷനിലാണ്. കോളേഷനിൽ വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ ജുവലിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പം ജുവലിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ദ ഓഫർ കേക്ക് ഷോപ്പിൽ വന്നിരിക്കുകയാണ്. ഞാനും ഏതിനും ഇവിടെ വെയിറ്റിംഗ്. ഇച്ചായം പോയി കേക്ക് മേടിക്കാൻ പോയി. അപ്പോൾ നമുക്ക് കേക്ക് മേടിച്ചിട്ട് വന്നിട്ട് കാണാം. അതോ കൈ വെച്ചേക്കുന്നോ? ഇവിടെ വെച്ചേക്കുന്നോ നീ? ആ. ഹലോ ഗൈസ്, ഞങ്ങൾ അങ്ങനെ ജുവലിനുള്ള കേക്ക് മേടിച്ച് കഴിഞ്ഞു. വണ്ടിക്കകത്ത് കേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മേടിക്കാനുള്ള വയറ് മേടിച്ച് ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു അക്വേറിയത്തിലാണ്. ഇവിടെ വന്നിട്ട് കട തുറന്നിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല, ലൈറ്റ് കിടപ്പുണ്ട്, അങ്ങോട്ട് ചെന്ന് നോക്കണം. പിന്നെ വീട്ടിലിരിക്കുന്ന ജുവലിന് അറിയില്ല നമ്മൾ എന്തൊക്കെ മേടിച്ച് എന്താണെന്ന്. ഇന്ന് രാത്രി 12 മണിക്ക് ജുവലിനെ നമ്മൾ സർപ്രൈസ് ചെയ്യണം എന്നാണ് നമ്മുടെ ഒരു പ്ലാൻ. പക്ഷേ എന്താവും, ഇനി ഞങ്ങൾ ഉറങ്ങിപ്പോകുമോ ഇല്ലയോ ഒന്നും അറിയില്ല. നാളെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ വീട്ടിലേക്കുള്ള ലൈറ്റ് വർക്ക് കാര്യങ്ങൾ ഇടാൻ വേണ്ടിയിട്ടുള്ള സകല പണികൾ ഞാനും പൊന്നും വേണം നോക്കാൻ. നാളെ ജുവലിന് സ്കൂളിൽ വിടും. ചിലപ്പോൾ സ്കൂളിൽ പോകും, ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ ആയിരിക്കും. പിന്നെ ഏതെങ്കിലും അങ്ങനോട്ട് വിടും. അതിനുശേഷം വേണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള വർക്കിലോട്ട് പോകാൻ. ഓക്കെ, ഇന്ന് വീട്ടിൽ ഈ അക്വേറിയത്തിൽ തുറന്നോ ഇല്ലെന്ന് ഞങ്ങൾ നോക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, ബൈ. നമ്മുടെ ചിന്നക്കട ജോസ്കോട് അടുത്തുള്ള ഈ കാർത്തിക അക്വേറിയത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്.
വേറെ ഒന്നുമില്ല, നമ്മുടെ ടാങ്കിൽ 2-3 സാരികപ്പി കിടപ്പുണ്ട്. അപ്പോൾ അതിലൂടെ കുറച്ച് സാരികപ്പി മേടിച്ചിട്ട് പിന്നെ വീട്ടിൽ തന്നെ നമ്മൾ ബൗളിൽ ഗോൾഡ് ഡിഷ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ്റെ എന്തോ പിന്നെ അതേ സമയത്ത് ഇവനെന്തോ കട്ടി സമയത്ത് അതുപോലെ പൊട്ടിപ്പോയി. പിന്നെ നമ്മൾ അതിനുശേഷം മേടിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് മേടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മളിവിടെ വന്ന് മീനൊക്കെ നോക്കി. ഞങ്ങൾ ഈ ചൈനീസ് ഗോൾഡാണ് എടുത്തത്. ഇതിൽ നിന്ന് കുറച്ച് ജോഡി എടുത്ത്, ഇതിൽ നിന്ന് 2 ജോഡി എടുത്ത്, ഇതിൽ നിന്ന് 3 ജോഡി എടുത്ത്, വേറെ മീനൊക്കെ ഉൾപ്പെടുന്നത്. ഗൈസ്, ഇങ്ങനെ നമ്മൾ ഫിഷൊക്കെ മേടിച്ചു. നമ്മൾ നേരെ വണ്ടിയിലേക്ക് പോവുകയാണ്. ഇച്ചായ, നമ്മുടെ ഇന്നത്തെ പരിപാടിയെല്ലാം തീർന്നോ? ചൈനീസ് പിന്നെ 2 ബൗള് മേടിച്ച്, പിന്നെ നമ്മളിതിൻ്റെ ഓക്സിജൻ ഇത് മേടിച്ച്, പിന്നെ ഫിഷ് ഫുഡ് മേടിച്ച്, പിന്നെ അതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെടിയും മേടിച്ചു. എല്ലാം കൂടി ഒരു 670 അങ്ങനെ നമുക്കിനി സമയമില്ല. നമുക്കിനി എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. കാരണം നമ്മുടെ ഇരിക്കുകയാണ്. അതിന് മുന്നേ നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. നമ്മൾ വീടെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടിയെല്ലാം തീർന്നു. അങ്ങനെ വീട്ടിലിപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. നമ്മൾ മേടിച്ച് മീനെല്ലാം നമുക്കിനി സെറ്റ് ചെയ്യണം. സർപ്രൈസ് കൊടുത്ത് പുള്ളിക്കാരെല്ലാം വിളിച്ച് കഴിയുമ്പോൾ പതുക്കെ നമ്മൾ ചെയ്തേക്കും. അവർക്ക് ചെറുതായിട്ട് അറിയാം നമ്മൾ ചെയ്യുമെന്ന്. ഇതുവരെ നമ്മുടെ ഇതിൽ ചെയ്യാതിരുന്നിട്ടില്ല. ഈ 2.5 കൊല്ലം അവള് ഹോസ്റ്റലായതുകൊണ്ട് മാത്രം ആ ഒരു ലാഗ് വന്ന് ഇപ്പം നമ്മൾ ചെയ്യുമെന്ന് അവർക്ക് അവർക്ക് അറിയാം നല്ല രീതിയിൽ. എന്നാലും നമ്മൾ അറിയാത്ത പോലെ ഞങ്ങൾ ഇരിക്കുന്നു. ഞങ്ങൾ ബാക്കിൽ കൂടെ പോയി കേക്ക് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി കാണാം. പിന്നെ ഞങ്ങൾ മീനൊക്കെ സെറ്റ് ആക്കിയിട്ട് വരാം. അങ്ങനെ നമ്മൾ അക്വാറിയത്തിൽ നിന്ന് മേടിച്ച മീനെല്ലാം സെറ്റ് ചെയ്തു. കാണണ്ടേ? Destination, no control. Just some music in my soul. You and me were lost in. മണി 12 ആയിട്ടുണ്ട്. അപ്പം ചുവലും വേദനയും നല്ല ഉറക്കം. അപ്പം ഞങ്ങൾ സർപ്രൈസായിട്ട് ഞങ്ങൾ കേക്കൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ച് സമയം ഇപ്പോൾ നോക്കി. നിങ്ങൾ എത്ര മണിയാണെന്ന് കറക്റ്റ് 12 മണിയായി. ജുവല് നല്ല ഉറക്കത്തിൽ ഇത് നമ്മൾ ജുവലിന് മേടിച്ച ഡ്രസ്സാണ്. ഇത് ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ കേക്കെല്ലാം സെറ്റ് ചെയ്യുകയാണ്. ക്യാൻഡിലുണ്ട്. ക്യാൻഡിൽ മെല്ലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കത്തിച്ചോണ്ട് പോകും. അതെ. ഓ കേക്ക് ഒരിച്ചിരി ഓക്കെ. സൂക്ഷിച്ച് ഫാൻ ഓഫ് ചെയ്തായിരുന്നു. ഓക്കെ, പൊക്കോളൂ. ജുവൽ എഴുന്നേക്ക്, സ്കൂളിൽ പോകണം. ജുവൽ ഡി മണി 6 ജുവലെ ഡി ജുവലെ. Happy birthday to you. Happy birthday to dear Jewel. Happy birthday to you. ഹാപ്പി ബർത്ത്ഡേ ജുവൽ. Small gift for you. അതെ. എന്തി ഇവിടെ ഡയറി മിൽക്ക് എന്തി? ഇല്ല ഞങ്ങളതൊന്നും ചെയ്യാറില്ല. ആണല്ലേ? ഓക്കെ. ഒട്ടും വയ്യ ഗായ്സ് ജുവലിന്. അല്ല, ഒരു എക്സ്പ്രഷനും ഇല്ല. അതെ, ഇനി ഒരെണ്ണം ഉണ്ട്. ആ ഒരു ഡ്രസ്സും കൂടെ ഉള്ളൂ. നീ പറഞ്ഞ നിന്റെ കറുപ്പ് ഡ്രസ്സ്
ഓക്കെ. ആരെ കുറിച്ച്? നിന്നെ കുറിച്ച് എന്ത് പറയാ? നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? ഈ 2.5 കൊല്ലത്തെ ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? ആഘോഷങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിനൊക്കെ ഉണ്ടായിരുന്നോ? ഹോസ്റ്റലിൽ നിന്നിട്ടുള്ള ബർത്ത്ഡേ ഇപ്പൊ ഇതോ കൊള്ളാവോ? വെറും കൊള്ളാവുന്നുള്ള വാക്ക് മാത്രമേ ഉള്ളൂ അല്ലേ? ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് വെറുതെ ചെയ്താൽ പോരാ, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ചെയ്യുക. അതെ.